നേപ്പാൾ അല്ല ഇന്ത്യ. സർക്കാർ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സോനം വാങ്ചുക്കിക്ക്. അതായത് നേപ്പാൾ ഉണ്ടാക്കിയത് പോലൊരു കലാപം ഇന്ത്യയിലും ഉണ്ടാക്കാം എന്നാണ് ലേയിലും ലഡാക്കിലും ഒക്കെ ശ്രമിച്ചത്. അത് ഇന്ത്യയിൽ തന്നെ പലരും അത്തരത്തിൽ ചില ആസൂത്രണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഈ ഭരണത്തെ അട്ടിമറിക്കാനായി ചില വിദേശ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്കകത്തു നിന്ന് തന്നെ ഒരു ഗൂഢാലോചന ഉണ്ടായി എന്ന് കേൾക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പോ വാങ്ചുക്കിയൊക്കെ അറസ്റ്റിലായി. സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കാം എന്ന് ചർച്ചയ്ക്ക് വിളിച്ചെങ്കിൽ പോലും അതിന് കൃത്യമായ ഒരു സ്വീകാര്യത നൽകാതെ ഒരു വലിയ കലാപത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് മുളയിലെ സൈന്യത്തെ വെച്ച് സർക്കാർ നുള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിൽ കലാപം ഉണ്ടാക്കി ഭരണം അട്ടിമറിക്കാൻ നിൽക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണോ ഇത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഇപ്പോ ഇതിൽ പ്രധാനമായിട്ട് ലഡാക്കിന്റെ ഒരു ഭാഗത്താണ് സമരം നടന്നത്. ലേ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഈ പറയുന്ന സോനം വാങ്ചു. അദ്ദേഹത്തിന്റെ വസ്തുത ഞാൻ മനസ്സിലാക്കുന്നത് അത്ര വലിയൊരു ജനകീയ നേതാവൊന്നുമല്ല. ഈ പറയുന്ന ആള് തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറെ നാളുകളായിട്ട് നടത്തി വരുന്ന ആസൂത്രിതമായിരിക്കുന്ന പരിശ്രമത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന അവിടുത്തെ ആകെ ജനസംഖ്യ ഏകദേശം 1-1.5 ലക്ഷം കണ്ട ജനങ്ങളുള്ളൂ. ഈ പറയുന്ന ജനങ്ങളുള്ള സ്ഥലത്ത് അവർ പ്രധാനപ്പെട്ട ആവശ്യം വളരെ രസകരമാണ്. ആവശ്യം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടെന്നാണ്. സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും ആവശ്യപ്പെടുന്നത്, കേരളം ഒഴിച്ച് എല്ലാ സ്ഥലത്തും, പണ്ട് നമ്മളെ ഇന്ത്യൻ പാർലമെന്റിൽ മൻമോഹൻ സിംഗ് പൊട്ടിച്ചിരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. കാരണം കേരളത്തിലെ എല്ലാ പാർലമെന്റ് അംഗങ്ങളോടും ചേർന്നുകൊണ്ട് ഇവിടെ 45 മീറ്റർ വീതിയുള്ള നാഷണൽ ഹൈവേ വേണ്ടാന്ന് പറഞ്ഞ് നിവേദനം കൊടുത്തു എന്നാണ് കേരളത്തിലെ MP-മാര്. അത് കണ്ടപ്പോഴാണ് മൻമോഹൻ സിംഗ് പൊട്ടിച്ചിരിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയിൽ എന്നല്ല ലോകത്തിലെ എല്ലാ സ്ഥലത്തുള്ള ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണമെന്നാണ്. അത് വേണ്ടാന്നുള്ള സംസ്ഥാനം കേരളമാണ്. സമാനമായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് ലേ ഭാഗത്ത് വേണ്ടാന്നും അവിടെയുള്ള ജനങ്ങളുടെ വികസനത്തെ നാളെയുള്ള അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളെ കൊണ്ട് സമരം ചെയ്യിച്ചത്. അതിന് അദ്ദേഹം ഒരുപാട് കണ്ടീഷൻസ് ഈ പറയുന്ന സോണം വാങ്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്താല് ഉത്തരാഖണ്ഡ് പോലെ വലിയ പ്രളയക്കെടുതികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ജനങ്ങളുടെ കുടിവെള്ളം മുട്ടും ഇത്യാദി നിരവധി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സമരം നടത്തിയത്. ഈ സമരത്തിന് അയാളെ പ്രചോദിപ്പിച്ച വസ്തുത, അയാൾ അറബ് വസന്തത്തിന്റെ ഭാഗമാണ്. അറബ് വസന്തം പോലെ തന്നെയുള്ള ലേയിൽ ഒരു കലാപം സംഘടിപ്പിക്കാനുള്ള പരിശ്രമമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷെ അവിടുത്തെ പോപ്പുലേഷൻ ഇയാൾ മനസ്സിലാക്കേണ്ടതാണ്. കേവലം 1 ലക്ഷം പോപ്പുലേഷൻ അവിടെ ഉള്ളൂ. ആ സ്ഥലത്തിന്റെ വിസ്തൃതി വളരെ വിസ്തൃതമായ സ്ഥലമാണത്. അതുപോലെ തൊട്ടടുത്തുള്ള കാർഗിൽ, ലഡാക്കിന്റെ മൊത്തം പോപ്പുലേഷൻ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 4 ലക്ഷത്തിൽ താഴെയുള്ളൂ. 2-2.25 ലക്ഷം പോപ്പുലേഷൻ വരുന്നത് കാർഗിലാണ്. അത് ഭൂരിപക്ഷം വരുന്നത് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരാരും കലാപത്തിനകത്തില്ല. കലാപത്തിന് വരുന്നത് ഈ പറയുന്ന ലേയിലുള്ള ആളുകള്, ഇവര് ബുദ്ധമതാനുയായികളായിരിക്കുന്ന ആളുകള്, അവരെ ആസൂത്രിതമായിട്ട് സമരത്തിന് കൊണ്ടുവന്നാണ്. ഈ പറയുന്ന ലേക്ക് ഒരു ചരിത്ര പാരമ്പര്യമുണ്ട്. അത് നോട്ടിഹാം എന്ന് പറയുന്ന ഒരു റഷ്യൻ ചിന്തകന്റെ പുസ്തകമുണ്ട്. അതിനകത്താണ് ജീസസ് ലീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് ലേയിൽ വന്നിട്ടാണ് തന്റെ 12 വർഷക്കാലത്തോളം യേശുക്രിസ്തുവിനെ കാണാണ്ടായി എന്ന് പറയുന്ന വർഷം 12 വർഷം അദ്ദേഹം ലേയിൽ വന്ന് ഒരു ബുദ്ധ സന്യാസിയുടെ കീഴിൽ പഠനം നടത്തി എന്നുള്ള എഴുതിയിരിക്കുന്നത് നോട്ടിഹാം എന്ന് പറയുന്ന ആളാണ്. 1994-ലോ 95-ലോ മറ്റാ ആ പുസ്തകം ഇറങ്ങി. ഞാൻ വായിച്ചത് ഏകദേശം ഒരു 10-30 കൊല്ലത്തിന് മുമ്പായിട്ട് ആ പുസ്തകം വായിച്ചത്. അങ്ങനെ ഇറങ്ങിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ചരിത്രപരമായിരിക്കുന്ന പ്രാധാന്യമുള്ള സ്ഥലമാണല്ലേ ഈ പറയുന്ന ലേയാണ്. ഈ പറയുന്ന സോണം വാങ്ചു കൃത്യമായിട്ട് തന്റെ സമരഭൂമിയായിട്ട് തിരഞ്ഞെടുത്തത്. അത് സോണം വാങ്ചുവിന് തിരഞ്ഞെടുപ്പാകാൻ യാതൊരു തരവുമില്ല. ഇത് കൃത്യമായിട്ടുള്ള വൈദേശികമായിരിക്കുന്ന ചില ശക്തികളുടെ സ്വാധീനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പറഞ്ഞിട്ട് 42 പേരാണ്. അതിനകത്ത് 12 പേര് നേപ്പാളുകാരാണ്, ഒരു 30 പേര് അതിനകത്ത് കോൺഗ്രസ്സുകാരാണ്. അപ്പൊ ഞാനിടയ്ക്ക് ചില ആളുകൾ ചോദിച്ചിരുന്നു, ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന അത് ഒരു സങ്കല്പം മാത്രമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത്, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ല, കോൺഗ്രസ് എന്നൊരു ചിന്താധാരയുടെ പേരാണ്. അതുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ ലേയിൽ നമ്മൾ വായിച്ചെടുക്കാൻ നമുക്ക് വേണ്ടി സാധിക്കും. ഈ ലേയിലെ കലാപത്തിന്റെ പിന്നില് ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് പഠിക്കേണ്ട വിഷയമാണ്. അതിൽ ഈ പറയുന്ന പപ്പൂര് പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട പലർക്കും പ്രശ്നത്തിനകത്ത് പങ്കുണ്ട്. അവരെല്ലാവരും ഏകദേശം സമരം നടന്നതിന് 3 മണിക്കൂർ ഉണ്ടായത്. 3 മണിക്കൂർ നീണ്ടു നിന്ന് സമര പ്രക്ഷോഭം, എന്റെ പ്രക്ഷോഭം എന്ന് എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, അവർ ബാരിക്കേഡെല്ലാം തല്ലിപ്പൊളിച്ച് അവിടെ BJP ഓഫീസ് കത്തിച്ച് അവിടെയുള്ള CRPFന്റെ ജവാന്മാരെ കയറി കടന്നാക്രമിച്ച് അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സമയത്താണ് CRPFകാര് ശക്തമായിട്ട് പ്രതികരിച്ചത്. അവര് വെടിവെച്ച സമയത്ത് അവരും നേരിട്ട സമയത്ത് ഏകദേശം 5ഓളം പേര് മരിക്കുകയാണ്.
5 പേരിൽ ഒരാൾ മാത്രമാണ് ഏകദേശം ഒരു 45-50 വയസ്സ് പ്രായമുണ്ട്. ബാക്കി എല്ലാം ചെറുപ്പക്കാരാ. എന്ന് വെച്ചാൽ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ സമരരംഗത്തേക്ക് ഇറക്കുന്ന കാര്യത്തിൽ സോനം വാഞ്ചു വിജയിച്ചു എന്നുള്ളതാണ്. അതിന് സാധ്യത ലേയെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം ലേയില് പറയുന്ന 1.5 ലക്ഷം പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കേരളം പോലെ തന്നെയാണ്. നിരവധി ആളുകൾ അവിടെ നിന്ന് പുറത്തുപോയി പഠിക്കുന്നവരാണ് അവർ പുറത്തുപോയിട്ട് പഠിക്കുന്നവർ ധാരാളം ഉണ്ട്. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ലേയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്. കേരളത്തിലുണ്ടോന്ന് എനിക്കറിയില്ല. തമിഴ്നാട്ടിൽ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ അവിടെ ഒന്ന് പഠിക്കാനുള്ള കാരണം ലേയിൽ അത്തരം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. റോഡിന്റെ വികസനം ഉണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവിടെ കോളേജുകളിലോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ആശുപത്രികളോ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലം വന്ന ശേഷം മാറ്റം വന്നതാണ്. ഇന്നിപ്പോ ലേയിലുണ്ടായ വികസനങ്ങള്, ആ വികസനങ്ങൾ ഒരുപക്ഷെ സാധാരണ ലേയിലെ താമസിക്കുന്ന ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള വികസനമാണ് വന്നിട്ടുള്ളത്. ഈ വികസനം വന്ന സമയത്താണ് സോനം വാഞ്ചുവിനെ പോലുള്ള ആളുകള്, ചില വൈദേശികമായിരിക്കുന്ന ശക്തികളുടെ സ്വാധീനമുള്ള പിൻബലം പറ്റുന്ന ചില ആളുകള് അവരുടെ ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു അറബ് വസന്ത ഉണ്ടാക്കണം, അവിടെ ബംഗ്ലാദേശിലെ പോലെ സമരം ഉണ്ടാക്കണം, ശ്രീലങ്കയിലെ പോലെ സമരം ഉണ്ടാക്കണം, നേപ്പാളിലെ പോലെ സമരം ഉണ്ടാക്കണം, ജനങ്ങളെ മുഴുവൻ തടുത്തുകൂട്ടാൻ സാധിക്കും. ഈ സമരത്തെയാണ് കേവലം 3 മണിക്കൂർ കൊണ്ടാണ് CRPF തകർത്തളഞ്ഞത്. അവിടെ CRPF മാത്രമല്ല, അവിടുത്തെ ലേയിലെ പോലീസുകാരാന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലേയിലെ പോലീസ് കാർഗിലുള്ള ആളുകളാണ്. ഈ കാർഗിലുകാരന്റെ സവിശേഷത, കാർഗിലുകാരന് വളരെ ഉയരം കൂടുതലെന്നാ പറയാ. 6 അടി വരെ ഉയരമുണ്ടത്രേ. 6 അടി ഉയരമുള്ള ഒത്ത ശരീരമുള്ള അരോഗ ദൃഢഗാത്രരായിരിക്കുന്ന ആളുകളാണ് അവിടെയുള്ള കാർഗിലിൽ നിന്ന് വരുന്നതായിരിക്കുന്ന പോലീസുകാര്. ഈ പോലീസുകാരെ ഒരുപക്ഷെ CRPF നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ബ്രൂട്ടൈലായിട്ടുള്ള അല്ലെങ്കിൽ കർക്കശമായിരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. അവരാ നിലപാട് സ്വീകരിച്ചു. ഈ പറയുന്ന സമരത്തിനെ അവര് എതിർത്ത് തോൽപ്പിച്ചു. അതിശക്തമായ രീതിയിൽ അടി കൊടുത്ത്. കാരണം ഇവർക്ക് അടിയല്ലാണ്ട് വേറെ ഇവർക്ക് കൊടുക്കുക. ഇവരെവിടെ ചെന്നാൽ കത്തിക്കുന്നു, BJP ഓഫീസ് കത്തിക്കുന്നു, CRPF വാഹനങ്ങൾ കത്തിക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ കത്തിക്കുന്നു, അതുകൂടി പോകുന്ന വാഹനങ്ങൾ കത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ എങ്ങനെയാണ് അവരെ നേരിടേണ്ടത്? നമുക്ക് ചിലപ്പോൾ അല്പം ക്രൂരമാണെന്നൊക്കെ തോന്നിയാൽ പോലും, ആളുകൾ മരിക്കുന്ന കാര്യത്തിൽ വേദന എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. 3 മണിക്കൂർ കൊണ്ട് ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് CRPF കാർഗിൽ നിന്ന് വന്നിരിക്കുന്ന അവിടെ ലേയിലെ പോലീസിനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അത് ശക്തമായിട്ടുള്ള നടപടികൾ തന്നെയാണ്. ഈ ശക്തമായിട്ട് നടപടികൾ ഇല്ലാതിരുന്നു എന്നുള്ളതാണ് നേപ്പാൾ കലാപത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് നേപ്പാളില് അവിടെ പ്രധാനമന്ത്രിയുടെ ആസ്ഥാനത്തേക്ക് കടന്നു വരിക, പ്രസിഡന്റിന്റെ ആസ്ഥാനത്തേക്ക് കടന്നു വരിക, ബംഗ്ലാദേശിൽ അത്തരം അവരുടെ പ്രസിഡന്റിന്റെ ആസ്ഥാനം കയ്യേറുക, ശ്രീലങ്കയിലെ ആസ്ഥാനം കയ്യേറുക. ഇങ്ങനൊരു ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം അവിടെ പാശ്ചാത്യ ലോബിയുടെ സഹായത്തോടുകൂടി നടന്നിട്ടുണ്ട്. അങ്ങനെ സമാനമായ രീതിയിൽ കലാപമാണ് ഇവർ ഉദ്ദേശിച്ചത്. അവർ ധരിച്ച് ലേയിൽ നിന്ന് കലാപം തുടങ്ങുന്നു. രാഹുൽ ഗാന്ധി അതിനെ ഏറ്റുപിടിക്കുന്നു. ആ കലാപം മെല്ലെ ഡൽഹിയിലേക്ക് പടരുന്നു. വരുന്ന വഴിക്കുള്ള പഞ്ചാബിന്റെ സഹകരണം കിട്ടുന്നു. അങ്ങനെ ഭാരതം മുഴുവൻ കലാപമായിട്ട് വരുന്നു. നരേന്ദ്രമോദി സർക്കാരിനെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നു. ഇന്ത്യയുടെ മൊത്തം വികസനത്തെ തടസ്സപ്പെടുത്താൻ സാധിക്കുന്നു. ഇന്ന് ഇന്ത്യ സാമ്പത്തിക ശക്തി എന്ന നിലയ്ക്ക് ലോകത്തിലെ മികച്ച 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. 3ാമത്തെ സ്ഥാനത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിതി തടസ്സപ്പെടുത്താൻ സാധിക്കും. ഇന്ത്യയുടെ മൊത്തം വികസനത്തെ തടസ്സപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ തടസ്സപ്പെടുത്താൻ ഉള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപിന്റെ പരിപാടികളും നയങ്ങളെ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗം തന്നെയാണിത്. അതിന് ഞാൻ ട്രംപിന് പങ്കുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ മറ്റൊന്നുണ്ട് ഇതിനെ സംബന്ധിച്ച്, ഇതിൽ പങ്കുള്ളവർ ആരൊക്കെയോ ഉണ്ട്. ഇതിൽ പങ്കുള്ളവർ വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ലേയിൽ നടക്കുന്ന സമരം കേവലം ലേയിലെ സമരമല്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇന്ന് ഭാരതത്തിൽ നടക്കുന്ന കേരളമടക്കമുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഭാഗമായിട്ടുള്ള വലിയ സമരങ്ങൾ നാളെ അഴിച്ചുവിട്ടാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവർ ധരിച്ചത്. പക്ഷെ ഇവരൊന്നും മനസ്സിലാക്കേണ്ടത്, നേരത്തെ ധന്യ പറഞ്ഞ പോലെ ഇത് നേപ്പാളല്ല, ഇത് ബംഗ്ലാദേശ് അല്ല, ഇത് ശ്രീലങ്കയല്ല. ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇവിടുത്തെ ഹോം മിനിസ്റ്റർ അമിത്ഷായാണ്. ഇവിടെ മറ്റുള്ള മുഖ്യമന്ത്രിമാര് അതിശക്തന്മാരായിരിക്കുന്ന ആളുകളാണ്. ഇവിടുത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ, ഞാൻ രാഹുൽ ഗാന്ധിയുടെ പേര് പറയുന്നില്ലെങ്കിലും ബാക്കിയുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാരടക്കമുള്ള ആളുകള് രാഷ്ട്രീയത്തിനുപരിയായിട്ട് രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരാണ്. അതെല്ലാവരും പഠിക്കേണ്ടതാണ്. രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ.
രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴത്തെ ചില കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിലെ അടക്കമുള്ള നിരവധി നേതാക്കന്മാര്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില നേതാക്കന്മാര്, പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാരെ അവരെല്ലാവരും കാണുന്നത് രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി രാഷ്ട്രത്തിന്റെ വികസനമാണ് അവർ ചിന്തിക്കുക. ഇത് ഇവർക്ക് തിരിച്ചറിയില്ല. ഇത് ശ്രീലങ്കയൊന്നുമല്ല, അല്ലെങ്കിൽ നേപ്പാളോ അല്ലെങ്കിൽ ആസാമോ മറ്റേ ബംഗ്ലാദേശോ ഒന്നുമല്ല. ഇവിടെ അതുകൊണ്ട് ജനങ്ങള് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പറയുന്ന സമരപരിപാടികളെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള തിരിച്ചറിവ് ഈ സോണം വാഞ്ചൂരിൽ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു ആവശ്യം. ഏതാണെങ്കിലും കുറച്ചാൾ അവിടെ കിടന്ന അരിയുണ്ടൊക്കെ തിന്നു കഴിഞ്ഞെങ്കിൽ ഇദ്ദേഹത്തിന്റെ എല്ലാ കളികളും മനസ്സിലാകാൻ സാധ്യതയുണ്ട്, വസ്തുതകൾ തിരിച്ചറിയാൻ സാധിക്കും. ഇദ്ദേഹം ഞാൻ മനസ്സിലാക്കിയത് ബുദ്ധമത അനുയായി എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത്. ഈ ബുദ്ധമത ഏതാ പരിസ്ഥിതി അതൊരു പുതിയ നറേഷനാണത്. ഞാൻ പരിസ്ഥിതി പ്രവർത്തകനാണ്. എന്താ പരിസ്ഥിതി പ്രവർത്തകന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം? ഇതിന്റെ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഡെവലപ്മെന്റിനും തടസ്സപ്പെടുത്തുന്നതാണ് പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ചില ആളുകള്. ഈ പറയുന്ന പരിസ്ഥിതിക്കാരെ എങ്ങനെയാണ് നേരിടേണ്ടത്? നാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നവൻ പരിസ്ഥിതിയുടെ സംരക്ഷകനേയല്ല, അവൻ നാടിന്റെ ശത്രുവാണ്. ഈ നാടിന്റെ ശത്രുക്കളെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഇവിടുത്തെ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും നല്ല നിശ്ചയമുണ്ട്. ആ നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 3 മണിക്കൂർ കൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിച്ചത്. ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊണ്ട്. അപ്പൊ അതാണ് ലഡാക്കിൽ സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.